ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള കുറ്റാരോപണം ഇവരൊരു പെർഫെക്റ്റ് ചീറ്ററാണ് എന്നുള്ളതാണ്. പ്രിയങ്ക, ഞാനൊരു പഴയ കാര്യം ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ന്യൂയോർക്കിലുള്ള സമ്മർ സ്കൂൾ ഓർമ്മയുണ്ടോ? സമ്മർ സ്കൂൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ചീറ്റിംഗ് ചെയ്തു. സർ, ചീറ്റിംഗ് ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സർ നോക്കൂ, അതെന്റെ ജോലിയാണ്, എന്റെ പ്രൊഫഷനാണ്. ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ കള്ളത്തരങ്ങളല്ലേ പറയുന്നത്. ഞാൻ ക്യാരക്ടറായിട്ട് മാറുന്നു, അവർ തരുന്ന ഡയലോഗ്സ് എല്ലാം പറയുന്നു, അത് പറയുന്നു, സ്വപ്നങ്ങൾ വിൽക്കുന്നു, അങ്ങനല്ലേ ചെയ്യുന്നേ? ആക്ടിംഗ് ചെയ്യുന്നതിന് ശേഷമാണോ ഇത് തുടങ്ങിയത്, അല്ല മുമ്പ് തന്നെ ചീറ്റിംഗ് ഒക്കെ മുൻപോട്ടേ ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ. ഞാനൊരു ഭയങ്കര കള്ളിയാ. അങ്ങനെയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ താങ്കൾക്ക് ഇതെല്ലാം ശീലമായ കാര്യമാണല്ലേ? ആക്ച്വലി ഞാൻ സ്കൂളിൽ കുറച്ച് നോട്ടിയായിരുന്നു. സ്കൂളിലൊക്കെ കുറച്ച് നോട്ടിയാണ്, പക്ഷെ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് സൺഷൈൻ എന്ന് പേര് കിട്ടിയിരുന്നു അല്ലേ? പക്ഷെ അത് ഞാൻ പഠിക്കുന്നത് കൊണ്ടല്ല, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കും, എപ്പോഴും ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് എന്നെ സൺഷൈൻ എന്ന് വിളിക്കും. പക്ഷേ പഠിക്കാനുള്ളതും നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ, സത്യമാണ്. പിന്നെ ഇതും സത്യമാണോ, താങ്കൾ ആക്ട്രസ് ആകാൻ ആഗ്രഹിച്ചില്ലെന്നുള്ളത്? സർ, ആക്ടിങ് എന്റെ ജീവിതത്തിൽ മിസ് വേൾഡിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് വന്നത്. അതിനു മുൻപ് എഞ്ചിനീയർ ആകാനായിരുന്നു ആഗ്രഹം, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകാനായിരുന്നു ആഗ്രഹം. സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. പക്ഷെ നോക്കുകയാണെങ്കിൽ 17 വയസ്സിൽ ഞാൻ മിസ് വേൾഡ് ആയി. അങ്ങനെ നോക്കിയാൽ 17 വയസ്സിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് തന്നെ അറിയില്ലല്ലോ. എന്റെ ജീവിതം തന്നെ അങ്ങ് മാറി മറിഞ്ഞു. ഞാൻ താങ്കളുടെ പേരൻസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിൽ അവർ പറയുന്നത് താങ്കൾക്ക് വീട് വൃത്തിയാക്കുന്ന സെർവന്റ് ആകാനാണ് ഇഷ്ടമെന്ന്. അത് 3 വയസ്സിലാ. എനിക്ക് തൂത്തുവാരാനൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞാൻ ചൂലെടുത്ത് അടിച്ചു വരും എപ്പോഴും. പിന്നെ എന്റെ മുത്തശ്ശൻ കമ്പും കൊണ്ട് പുറകെ വരുമോ താഴെ ഇടെന്ന് പറഞ്ഞിട്ട്, ഇനി നീ ആ ചൂലെടുത്താ നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട്, നീ പഠിക്കണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയും. പിന്നെ ഞാൻ തൂത്തു വരാറില്ല. ഇപ്പൊ വന്ന് നോക്കി എന്റെ വീടൊക്കെ എങ്ങ് അഴുക്കായിട്ട് കിടക്കുകയാണെന്ന്. താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു? കുട്ടിക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതല്ല. ആക്ടർ ആവുന്നെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് മാറിക്കഴിഞ്ഞില്ലേ, അതൊരു പാഷനായി. പക്ഷേ ഞാൻ ചെറുതായിരുന്നപ്പോ ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത്, ഒരു 10-15 വയസ്സുണ്ടാവും, അന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ ബറേലിയിലാണുള്ളത്. യു ഡോണ്ട് തിങ്ക് അവിടെ നിന്ന് ഒരാൾക്ക് ആക്ടർ ആവാൻ പറ്റുന്ന പോലും തോന്നില്ല. ഇപ്പൊ എന്റെ പ്രൊഫഷൻ തന്നെ ആക്ടിംഗ് ആയിട്ട് മാറിയില്ലേ. സോ ഇമിറ്റേറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. അതിനൊരു ഉദാഹരണം ഞാനിപ്പോ പറയാം. താങ്കൾ ഷാരൂഖ് ഖാനെ സ്റ്റേജ് ഷോയിൽ വെച്ച് ഇമിറ്റേറ്റ് ചെയ്ത്. അതെ, അതിലെ ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും നോട്ടിയായിരുന്നു എന്ന്. സോറി. അപ്പൊ അദ്ദേഹം സ്റ്റേജിന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ അതെല്ലാം താങ്ക് ഗോഡ് അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം അതങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷെ ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. ഇങ്ങനെ പറയാറില്ലേ, ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ഇമിറ്റേഷൻ ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി. പിന്നെ സൽമാൻ ഖാന്റെ ദബംഗിലുള്ള റോൾ ആക്ട് ചെയ്ത് കാണിച്ചു. അതും ജനങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഐ തിങ്ക് ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദറ്റ് അവാർഡ് ഫംഗ്ഷൻ. ഈ അവാർഡ് ഫംഗ്ഷനിൽ ഒരേ കാര്യങ്ങൾ ചെയ്തത് ബോറടിക്കുക. നമ്മളെല്ലാ അവാർഡ് ഫംഗ്ഷനും വരാറുണ്ട്, എന്നിട്ട് എന്താ ഒരു പാട്ടെടുക്കും, അതിന് ഡാൻസ് കളിക്കും, ഇത് തന്നെയല്ലേ എപ്പോഴും. അപ്പൊ വേറെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സോ ഐ ആം ഗ്ലാഡ് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. സോ ഐ എം ഹാപ്പി. പക്ഷേ ഇതുകൊണ്ട് സൽമാൻ തെറ്റിദ്ധരിച്ചില്ലേ? ഐ ഹോപ്പ് നോട്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. അതല്ലേ പറഞ്ഞ ഇമിറ്റേഷൻ ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി. രണ്ടുപേർക്കുള്ളിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടു. ആർക്കറിയാം, എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം അറിയില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ക്ലിയർ ആയി. എനിക്ക് പ്രോബ്ലം ഉള്ളതായിട്ട് അറിയില്ല, നിങ്ങളല്ലേ പറയുന്നത്. എനിക്കറിയില്ല. ഞാനിത് ന്യൂസ് പേപ്പറിലാണ് വായിച്ചത്. സാറ് ന്യൂസ് പേപ്പറൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്റെ ജീവിതം കോഞ്ഞാട്ടേ ആവത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, കത്രീന താങ്കളോടൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളൊരു കാര്യം. അതിനിപ്പോ നിങ്ങൾ കത്രീനയോടല്ലേ ചോദിക്കേണ്ടത്. ഇതിന് എനിക്കെങ്ങനെ മറുപടി പറയാൻ പറ്റും? പിന്നെ നിങ്ങൾ പറയും ഞാൻ കുറ്റവാളിയാണെന്ന്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞത് എന്നോട് ചോദിക്കൂ. പക്ഷേ ഇത് ശരിയല്ലേ, താങ്കളോടൊപ്പം സിനിമയിൽ അഭിനയിക്കില്ലെന്ന് അവര് പറഞ്ഞത്? അവര് ആ സിനിമയാണ് വേണ്ടാന്ന് പറഞ്ഞത്. എന്റെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അല്ലയോ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. പ്രിയങ്ക എന്താ കരുതുന്നത്? എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, ഞാൻ കാരണം അങ്ങനത്തെ ആക്ട്രസ് ഒന്നും ഒരിക്കലും. കട്രീന ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്. അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്ക ഇതിന് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഉത്തരം പറയുന്നത്. സർ, ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്രയും വലിയൊരു സ്റ്റാർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ശരി, അവര് ചെയ്തില്ലെങ്കിൽ കരീന എന്തുകൊണ്ടാണ് ചെയ്തത്? ഇത് ഇപ്പൊ നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്. ഇതിപ്പോ എല്ലാം എന്നോട് ചോദിച്ചോണ്ടിരുന്ന ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, അവരൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ 6 പേരൊക്കെ കെയിൽ തുടങ്ങുന്നു. കത്രീന, കരീന, കങ്കണ, ഇവരോടെല്ലാം താങ്കൾക്ക് പ്രശ്നമാണല്ലോ. ഞാനും കൂടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? എന്താ സാറി പറയുന്നത്? ഞാനും അവളും കൂടി എപ്പോഴാ പ്രോബ്ലം ഉണ്ടായേ? ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി മറ്റു 2 പേരോടും പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം. ഇല്ല, നിങ്ങളുടെ കയ്യടി കഴിഞ്ഞെങ്കിലും ഞാൻ പറയാം,
ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് മീഡിയയാണ്. അവരാണ് ഇതെല്ലാം എഴുതുന്നത്. മനസ്സിലായിക്കോളൂ, അവർക്കാണ് എൻ്റെ അടുത്ത് പ്രോബ്ലം, അല്ലാതെ എനിക്കല്ല. എന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ അവർ ഞാൻ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് മീഡിയയിൽ വന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രിയങ്കയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കരീന അവിടേക്ക് വരുന്നു, കരീനയെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന്. ഈ കാര്യം ഒരു കാരണവശാലും എഴുതിയിട്ടുണ്ടാവില്ല. കാരണം മീഡിയയ്ക്ക് ഇതൊന്നും എഴുതാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലല്ലോ. ഞാനും കരീനയും കൂടെ 1/2 മണിക്കൂറാണ് ഇരുന്ന് സംസാരിച്ചത്. ബിക്കോസ് അവരുടെ ഷോർട്ട് ടൈം കുറച്ച് ഏർലി ആയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു, ഇല്ല ബേബ് കുറച്ച് ലേറ്റ് ആവും, വീട്ടിൽ പോയിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവര് വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം രാവിലെ വന്നു. ഇതൊന്നും ആരും എഴുതില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കായിന്ന് മാത്രമേ എഴുതത്തുള്ളൂ. ശരി, ഇന്നെങ്കിലും പറയൂ ആ 1/2 മണിക്കൂർ എന്താണ് സംസാരിച്ചത്? റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവര് ആ സമയത്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ പോയി. അവരവരുടെ ഹോളിഡേസിൽ എങ്ങോട്ട് പോവാണ്, ഞാൻ എങ്ങോട്ട് പോവാണ്, ഏത് സിനിമയിൽ വർക്ക് ചെയ്യാണ്, അങ്ങനെ കുറേ സംസാരിച്ചു. അതിൽ ഷാഹിദിന്റെ പേരെങ്ങും വന്നില്ലേ? ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്?